हिंदुस्तान में इलेक्शन कमीशन और बीजेपी मिलकर इलेक्शन चोरी कर रहे हैं। ये पूरा का पूरा सबूत ब्लैक एंड व्हाइट में आज हमने आपको दिया है। ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വേറെ ഒരു ലെവലിലാണ്. ദിനം പ്രതി തന്റെ ആത്മവിശ്വാസം വ്യക്തമാക്കുകയും ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് താൻ ഒരു വേറിട്ട വ്യക്തിയാണെന്നും തന്നെ ആർക്കും അവഗണിക്കാൻ പറ്റില്ല എന്നും വീണ്ടും വീണ്ടും തെളിയിക്കുമ്പോൾ തന്നെ ശത്രുപാളയത്തിൽ ഭയം പരത്തുകയും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ വ്യക്തമായ സ്ഥാനം നേടുക വഴി ഇപ്പോൾ താൻ അലങ്കരിക്കുന്ന പദവിക്ക് അനുയോജ്യമായ വ്യക്തിയാണെന്ന് വിമർശകരെ കൊണ്ടുപോലും സമ്മതിപ്പിച്ചിരിക്കുകയാണ്. चुनाव में 6,50,000 वोटर थे, उसमें से 1 लाख चोरी के थे। 5 तरीके की चोरी पकड़ी है। डुप्लीकेट वोटर, जिसका मतलब एक वोटर के नाम वोटर लिस्ट में अनेक जगह आ रहे हैं। ये देखिए गुरकीरत सिंह डांग, इसका नाम 4 अलग अलग बूथों पे आता है। ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറെ പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിലെ കണ്ണിയായ രാഹുൽ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ ഉയർത്തിക്കാണിക്കുവാനുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 2004 ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നും പാർലമെന്റിൽ ആദ്യമായി എത്തുമ്പോൾ സംഗതികൾ വ്യത്യസ്തമായിരുന്നു. തഴക്കം ചെന്ന രാഷ്ട്രീയക്കാർക്കിടയിൽ അദ്ദേഹം പലപ്പോഴായി പതറിപ്പോകുമ്പോൾ തന്നെ തന്റെ വീഴ്ചകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് രാഹുൽ ഇന്നീ നിലയിൽ എത്തിയിട്ടുള്ളത്. 2014 പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിട്ടപ്പോൾ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള പാർട്ടിയുടെ ഭാവി മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പലരും സംശയിച്ചു. എന്നാൽ അത്തരക്കാർക്ക് തക്കതായ മറുപടി നൽകിയാണ് രാഹുൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെ കോൺഗ്രസിനെ വിവിധ തരത്തിൽ നയിച്ചിട്ടുള്ളത്. എന്നാലും പലപ്പോഴും പതറുകയും തന്റെ പ്രതിയോഗികളുടെ മുന്നിൽ ഹാസ്യ കഥാപാത്രമാകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനൊരു മാറ്റം വന്നത് 2023 ഇദ്ദേഹം നയിച്ച കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഭാരത് ജോഡോ യാത്രയിലാണ്. ഏതാണ്ട് 4000 കിലോമീറ്റർ ഏറെ നടക്കുമ്പോൾ തന്നെ ജനങ്ങളുമായി അടുത്തിടപഴകി അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ മനസ്സിലാക്കുക വഴി രാഹുൽ തന്റെ രണ്ടാം വരവിന് ഒരുങ്ങുകയായിരുന്നു. ഇത് 2024 തിരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കാനും രാഹുലിന് സാധിച്ചു എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള പ്രസക്തി. വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും അതിലേറെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രചാരണം 10 കൊല്ലത്തിൽ ഏറെയായി ഭരണത്തിലിരിക്കുന്ന BJPയെ കിടുകിട വിറപ്പിക്കുക മാത്രമല്ല, തന്റെ കഴിവുകളിൽ നിരന്തരമായി സംശയമുയർത്തിയിരുന്ന വിമർശകരുടെ പോലും കയ്യടി നേടാൻ രാഹുലിന് സാധിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇന്ന് രാഹുൽ ഏതെങ്കിലും ഒരു വിഷയം ഉന്നയിക്കാൻ സഭയിൽ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് രാജ്യം ശ്രവിക്കുന്നത്. താൻ സംസാരിക്കുന്ന കാര്യങ്ങളിലെ അഗാധമായ ജ്ഞാനം കൊണ്ട് ട്രഷറി ബെഞ്ചുകളുടെ വായ് മൂടിക്കെട്ടുക മാത്രമല്ല, ഉത്തരം മുട്ടിപ്പിക്കുന്നതും നമ്മൾ പലപ്പോഴായി ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഇതിന് ഉത്തമ ഉദാഹരണമാണ് സാധാരണഗതിയിൽ ഏറെ വാചാലനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയുമായുള്ള അതിർത്തി തർക്കമാണെങ്കിലും പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും രാഹുൽ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി പറയാതെ തന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നതാണ് രാജ്യം കണ്ടത്. ഇന്ന് പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിലേറെയായി രാഹുൽ മറ്റൊരു യജ്ഞത്തിലാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുക മാത്രമല്ല, രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ സുതാര്യമായി നീതിയുക്തമായി നടത്തണമെന്ന ആവശ്യം ഉറക്കെ ഉയർത്തിപ്പിടിച്ച് വ്യാഴാഴ്ച ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ തിരഞ്ഞെടുപ്പുകളിലുള്ള അഴിമതി, ഇലക്ഷൻ കമ്മീഷന്റെ കെടുകാര്യസ്ഥതയും ഇന്ന് രാജ്യം ഒട്ടാകെ ചർച്ചാ വിഷയമാണ്. एड्रेस मतलब एड्रेस है ही नहीं, या फिर हाउस नंबर 0। तो आपने कभी सुना है हाउस नंबर 0? हमने तो नहीं सुना था, मगर बेंगलोर में हजारों हाउस नंबर 0 हैं वोटर लिस्ट पे। बल्क वोटर इन सिंगल एड्रेस, मतलब एक छोटे से घर में 40, 50, 60 लोग रह रहे हैं। हाउस नंबर 35 की कहानी सुनिए। छोटा सा घर है, ज्यादा से ज्यादा 4 लोग रह सकते हैं, मगर इस 35 में 80 लोग वोटर लिस्ट में रजिस्टर्ड। കഴിഞ്ഞ 6 മാസത്തിലേറെയായി ഒരു 40 അംഗ സംഘം കഴിഞ്ഞ കൊല്ലത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആസ്പദമാക്കി നടത്തിയ പഠനമാണ് രാഹുലിനെ ഭരണകക്ഷിയായ BJPക്കും ഇലക്ഷൻ കമ്മീഷനുമെതിരെയുള്ള അണുബോംബ് പൊട്ടിക്കാൻ സഹായിച്ചിട്ടുള്ളത്. इनवैलिड फोटोज, इनकी फोटो देखिए, या फोटो है ही नहीं या फिर छोटी छोटी फोटो है जो दिख नहीं सकती। इन वोटर आईडीज पे वोट दिया गया है। मिसयूज ऑफ फॉर्म 6। फॉर्म 6 फर्स्ट टाइम वोटर्स के लिए होती है जिनकी एज 18-20 साल की हो। अब मैं आपको बताता हूँ शकुन रानी की कहानी। फर्स्ट टाइम वोटर बनी है, 70 साल की आयु है, 2 बार इनका नाम वोटर लिस्ट में आता है और फर्स्ट टाइम वोटर की लिस्ट में आता है। ये फर्स्ट टाइम वोटर हो ही नहीं सकती। तो क्या शकुन रानी जी ने वोट किया या किसी और ने शकुन रानी जी के लिए वोट किया? വ്യാഴാഴ്ച രാജ്യ തലസ്ഥാനത്തായിരുന്നെങ്കിൽ
ഇന്ന് രാഹുൽ കർണാടക തലസ്ഥാനമായ ബംഗളൂരുവിൽ നിന്നാണ് രാഹുൽ തന്റെ കതിനാവെടി വീണ്ടും ഉയർത്തിയത്. ലക്ഷങ്ങളോളം പങ്കെടുത്ത വോട്ടർ അധികാർ റാലിയിൽ വെച്ച് ഇലക്ഷൻ കമ്മീഷനെ തന്റെ മുനയുള്ള ചോദ്യങ്ങൾ കൊണ്ട് വീണ്ടും മലർത്തിയടിക്കുകയായിരുന്നു രാഹുൽ. തന്റെ ഇടപെടലുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രക്ഷയ്ക്കാണെന്ന്, അതുവഴി രാജ്യത്തിലുള്ള ഓരോ വോട്ടറുടെയും സമ്മതിദാന അവകാശം സംരക്ഷിക്കുവാനുള്ളതാണെന്നും വീണ്ടും രാഹുൽ തെളിയിച്ചിരിക്കുകയാണ്. ഇത് വിജയം കാണുന്നതുവരെ തുടരുമെന്നുള്ള പ്രതിജ്ഞയാണ് രാഹുൽ എടുത്തിട്ടുള്ളത്. രാഹുൽ തന്റെ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ കൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ മാത്രമല്ല നേടിയിട്ടുള്ളത്, രാജ്യത്തുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും കയ്യടിയാണ് രാഹുൽ സ്വന്തമാക്കിയിരിക്കുന്നത്. हमने ये रिसर्च सिर्फ एक लोकसभा में एक विधानसभा सीट में की, मगर मुझ में अब पूरा भरोसा है कि ऐसी 100 से ज्यादा सीटें हैं हिंदुस्तान में, जो यहाँ हुआ है उन सीटों में भी हुआ है. ബീഹാറിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണം മറ്റൊരു കടമ്പയാണ്. അത് അതിജീവിച്ച് തന്റെ മുന്നണിയെ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ ഏടായിരിക്കും. അത് മാത്രമല്ല, അതൊരു പുതിയ രാഹുൽ യുഗത്തിന്റെ തുടക്കം കൂടിയായിരിക്കും കുറിക്കുന്നത്. അതിനായി ഇന്ത്യൻ ജനത കാത്തിരിക്കുകയാണ്. याद रखिए, अगर बीजेपी को 10-15 सीटें कम आती तो आज नरेंद्र मोदी प्रधानमंत्री नहीं होते, इंडिया गठबंधन की सरकार होती. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.